السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وسندنا ونبينا ومولانا محمد عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن. ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين من الشاهدين والحمد لله رب العالمين. محمد أشرف الأعراب والعجم محمد خير من يمشي على قدمه محمد باسط المعروف جامعه محمد صاحب الإحسان والكرم محمد تاج رسل الله قاطبة محمد صادق الأقوال والكلم مولاي صل وسلم دائما أبدا بالخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ.
അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തുപോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടി സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്വമുള്ള അല്ലാഹുവിന്റെ സൃഷ്ടി അത് മനുഷ്യനാണ് എന്ന് തന്നെയാണ്. ആ മനുഷ്യന്റെ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ ആ മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹമായി നാം പറയുകയുമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും വലിയ പദവിയും ബഹുമാനവും നൽകി ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്നുള്ളത്. അല്ലാഹു തആല അവന്റെ മലക്കുകളെ കുറിച്ച്, മലായികത്തുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി അല്ലാഹുവിന്റെ നിബന്ധനകളും കൽപ്പനകളും കൃത്യമായി പാലിക്കുകയും അല്ലാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അത് കൃത്യമായി എപ്പോഴും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് മലക്കുകളെ നമ്മുടെ മുമ്പിൽ അല്ലാഹു പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. സുജൂദ് ചെയ്യാൻ പറഞ്ഞ മലക്കുകളോട് അവർ സുജൂദിൽ എപ്പോഴും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിനെ സ്തുതിക്കാൻ പറഞ്ഞ മലക്കുകൾ എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ പറഞ്ഞ മലക്കുകൾ അവർ എപ്പോഴും അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മലക്കുകൾക്കുള്ളത്. നമ്മളിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോയേക്കാം, എത്രമാത്രം പദവിയുള്ളവരാണ് മലക്കുകൾ, അവർ നിത്യേന അല്ലാഹുവിനെ ആരാധിക്കുകയാണ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിക്കുന്നവരാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോയേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട മനുഷ്യനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് വലഖദ് കറംനാ ബനി ആദം, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോടിക്കണക്കിന് മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അവന്റെ അംബിയ മുർസലുകളെ അയക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് മനുഷ്യന്മാരിൽ നിന്നാണ്. എന്നാൽ അല്ലാഹു പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന മലക്കുകൾ ഉണ്ടായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിമാരെയും മുർസലുകളെയും അയക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുക്കപ്പെട്ടത് അവന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട മനുഷ്യരിൽ നിന്നാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനാണ് പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ ഞാൻ വല്ലാതെ ബഹുമാനിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്ക്, ഇത് ആദം സന്തതികളിൽപ്പെട്ട മനുഷ്യരാണെങ്കിൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരിക്കുന്നത് സത്യവിശ്വാസികളെയാണ്. ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരിക്കുന്നത് സത്യവിശ്വാസികളെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കഅബയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ആ കഅബയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയുന്നു, മാ അത്യബകി വ അത്യബ റീഹകി. അല്ലയോ കഅബേ, മാ അത്യബകി വ അത്യബ റീഹകി. നിന്നിൽ നിന്ന് വരുന്ന സുഗന്ധം അത് എത്രയോ വലിയ, എത്രയോ മഹത്വമുള്ള സുഗന്ധമാണ്. നിന്നിൽ നിന്ന് പുറത്തേക്ക് പ്രവചിക്കുന്നതായ, ആർത്തു വരുന്നതായ ആത്മീയതയുടെ ഒരു സുഗന്ധമുണ്ടല്ലോ, ആ സുഗന്ധം ഈ ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും വലിയ സുഗന്ധമുള്ളതാണ്. മാ അഅലമകി വ അഅലമ ഹുറുമതകി. നിനക്ക് ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ബഹുമാനം നൽകിയല്ലോ. എന്നിങ്ങനെ കഅബയെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പ്രവാചകൻ അടുത്തതായി പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശരീരം അത് ആരാണോ നിയന്ത്രിക്കുന്നത് ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഹുറുമത്തുൽ മുഅ്മിനി അഅളമു ഹുറുമതൻ ഇൻദല്ലാഹ്. അല്ലയോ കഅബേ, നീയൊന്ന് കേൾക്കണം, നീയൊന്ന് ശ്രദ്ധിക്കണം. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, കഅബയെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കഅബയുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് പറയുകയാ, ഈ മുഹമ്മദിന്റെ ശരീരം ആരാണോ നിയന്ത്രിക്കുന്നത് അവനെ തന്നെയാണ് സത്യം. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഹുറുമത്തുൽ മുഅ്മിനി അഅളമു ഹുറുമതൻ ഇൻദല്ലാഹി മിൻകി. കഅബേ, നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നിനക്ക് അല്ലാഹു ബഹുമാനം നൽകിയിട്ടുണ്ട്, നിനക്ക് അല്ലാഹു വല്ലാത്ത സുഗന്ധം നൽകിയിട്ടുണ്ട്. നിന്നിൽ നിന്ന് പ്രവചിക്കുന്ന ആത്മീയതയുടെ സുഗന്ധങ്ങൾ നുകരാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ അടുക്കലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലഹുറുമത്തുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യന്റെ ബഹുമാനമുണ്ടല്ലോ, അവന്റെ ശ്രേഷ്ഠതയുണ്ടല്ലോ, അഅളമു ഹുറുമതൻ ഇൻദല്ലാഹി മിൻകി. നിന്നെക്കാളും ശ്രേഷ്ഠമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ പദവി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞതാ, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. ഈ ലോകത്തുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ നിന്നെ ആദരിക്കുന്നുണ്ട്, നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ കഅബേ, നീ അതുകൊണ്ട് അഹങ്കരിക്കണ്ട. അല്ലാഹുവിന്റെ അടുക്കൽ യഥാർത്ഥമായ ഒരു വിശ്വാസിക്ക് നിന്നേക്കാളും മഹത്വമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ബാധ്യത എന്താ? മുഅ്മിനാവുക എന്നുള്ളതാണ്. മുഅ്മിനാവുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇത്രമാത്രം അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമുള്ള മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ, മാലുഹു വദമുഹു. മുഅ്മിനായ മനുഷ്യനെ മാത്രമല്ല അവിടെ പ്രവാചകൻ പറഞ്ഞത്, മാലുഹു, ആ മുഅ്മിനായ മനുഷ്യന്റെ സമ്പത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുണ്ട്, വലിയ സ്ഥാനമുണ്ട്. വദമുഹു, അവന്റെ രക്തത്തിനും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് വഅയ്യബുന്ന ബിഹി ഇല്ലാ ഖൈറാ. അതുകൊണ്ട് നീ വിചാരിക്കുന്നുണ്ടോ മുഅ്മിനായ മനുഷ്യരെ അവനെ ബുദ്ധിമുട്ടിച്ചാൽ, അവനെ പ്രയാസപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിനക്കുള്ള ശിക്ഷ എത്രമാത്രം വലുതായിരിക്കും? അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുള്ള, വലിയ പദവിയുള്ള ഒരു സ്ഥാനമാണ് മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഈ മുഅ്മിനായ മനുഷ്യനെ അതുകൊണ്ട് തന്നെ
നമ്മൾ അവരുടെ സമ്പത്തിനെയോ അവരുടെ അഭിമാനത്തെയോ അവരുടെ രക്തത്തെയോ പിച്ചി ചീന്താൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് നമ്മൾ പല രാഷ്ട്രീയ നിലപാടുള്ളവരായിരിക്കാം, വലിയ സംഘടനകൾ പ്രവർത്തിക്കുന്നവരായിരിക്കാം, ഇനി ഏത് നിലയിൽ പ്രവർത്തിക്കുന്നവരായാലും മുഅ്മിനീങ്ങൾ പരസ്പരം ശത്രുത വയ്ക്കാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. കേട്ടോ, അല്ലാഹു എടുത്തു പറയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ യഥാർത്ഥമായ രൂപത്തിൽ വിശ്വസിക്കുന്നവരെ, ലാ യസ്ഹർ ഖൗമും മിൻ ഖൗം, ഒരു ഖൗമ് മറ്റൊരു ഖൗമിനെ നിസാരപ്പെടുത്താൻ പാടില്ല. ഒരു സമുദായം മറ്റൊരു സമുദായത്തെ നിസാരപ്പെടുത്താൻ പാടില്ല. ഒരു ജനത മറ്റൊരു ജനതയെ നിസാരപ്പെടുത്താൻ പാടില്ല. ഒരു സംഘം മറ്റൊരു സംഘത്തെ നിസാരപ്പെടുത്താൻ പാടില്ല. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നിസാരപ്പെടുത്താൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ ബോധിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അസാ അൻ യഖൂലു ഖൈറാ, നിങ്ങൾ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ നിസാരപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരായിരിക്കും. നിങ്ങളുടെ കണ്ണിൽ ഒരു പക്ഷേ അവർ പാവപ്പെട്ടവരൊക്കെ ആയിരിക്കും, സമ്പത്തില്ലാത്തവരായിരിക്കും, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവരായിരിക്കും. പക്ഷെ നിങ്ങൾ അവരെ നിസാരപ്പെടുത്തരുത്. ഒരുപക്ഷെ നിങ്ങളെക്കാളും വലിയ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുണ്ടാകും. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ നിസാരപ്പെടുത്താൻ പാടില്ല. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ നിസാരപ്പെടുത്താൻ പാടില്ല. ഇനി അതൊരു ഊര് പെണ്ണായാലും ഒരു സംഘ പെണ്ണായാലും പരസ്പരം കുറ്റപ്പെടുത്താനോ നിസാരപ്പെടുത്താനോ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വലാ തൽമിസൂ, നിങ്ങൾ പരസ്പരം കുത്തിവലിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്. നിങ്ങൾ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ദ്രോഹിക്കരുത്. കുത്തുവാക്ക് പറയരുത് എന്ന് പറഞ്ഞാല് നേരിട്ട് പറയില്ല, എന്നാൽ അവർക്ക് കൃത്യമായി കൊള്ളണ്ടെടുത്ത് കൊള്ളുകയും ചെയ്യും. ചില ആളുകൾ അതിൽ ഭയങ്കര വിദഗ്ധരാണ്. കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ തകർക്കാൻ ചില ആളുകൾ ഭയങ്കര ആ വിഷയത്തിൽ ഭയങ്കര മാറ്റാണ്. എന്നാ നേരിട്ട് പറഞ്ഞിട്ടില്ല, എന്നാ കൃത്യമായി കൊള്ളുകയും ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങളെ മനസ്സിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. അങ്ങനെ ചെയ്യുന്നത് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, നിങ്ങൾ മുഅ്മിനായതിനു ശേഷം ആ ചെയ്യുന്ന പണി ഭയങ്കര മോശമാണ്, അത് അല്ലാഹു വെറുക്കപ്പെടുന്നതാണ്. എങ്ങനെ ആ കുത്തുവാക്ക് പറഞ്ഞ നിലയിൽ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ, വമല്ലം യതുബ്, നിങ്ങൾ അതിനുശേഷം തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, നിങ്ങളെല്ലാം അക്രമികളിൽ പെട്ടുപോകുന്നതാ. നിങ്ങൾ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തി പ്രയാസപ്പെടുത്തി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, എന്നിട്ട് നിങ്ങൾ നിങ്ങൾ തൗബ ചെയ്തിട്ടില്ല. നിങ്ങൾ തൗബ ചെയ്യാതെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ, ആ കൂട്ടരുണ്ടല്ലോ അവർ ഭയങ്കര അക്രമികളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക ഇസ്ലാം മതം അനുവദിക്കുന്നില്ല. അത് ആരെയാണെങ്കിലും, ഒരുപക്ഷെ നമ്മളെക്കായൊക്കെ താങ്ങവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കായൊക്കെ മുതിർന്നവരായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പറയാൻ പാടില്ല.
കുറ്റപ്പെടുത്തലുകൾ പരിശുദ്ധമായ ഇസ്ലാം നിരോധിച്ചതാണ്. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കൂ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു വലിയ സഹാബിയാണ്. നമ്മൾ ഇത് പറയുമ്പോൾ സഹാബികളെ ചെറുതാക്കി പറയുന്നല്ല, അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരുന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പല പാളിച്ചകളും സംഭവിച്ചു പോകാം. അതെല്ലാം പ്രവാചകൻ സ്പോട്ടിൽ തിരുത്തി കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഒന്ന് കളിയാക്കുന്നത് പോലെ ഒന്ന് വിളിച്ചു. യബ്ന സൗദാ, ഈ കറുമ്പിയുടെ മകനെ എന്നൊന്ന് വിളിച്ചു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്പം കറുത്ത ഒരാളായിരുന്നു. അല്പമല്ല, നല്ലോണം കറുത്ത ഒരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ഈ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കറുമ്പിയുടെ മകനെ എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ഭയങ്കര പ്രയാസം. എന്നെ കറുമ്പൻ എന്ന് വിളിച്ചെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഇത് കറുമ്പിയുടെ മോനെ എന്ന് കൂടി വിളിച്ചില്ലേ, എന്റെ ഉമ്മാനെ കൂടി പ്രയാസപ്പെടുത്തിയില്ലേ. ഭയങ്കര പ്രയാസമായി മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബിയോട് പരാതി പറഞ്ഞു. നബിയേ, അബൂദർദാ എന്നെ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ചിട്ടുണ്ട് നബിയേ. എന്റെ മനസ്സിനെ അത് വല്ലാതെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് നബിയേ എന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. പ്രവാചകൻ ഉടനെ ആക്ഷനൊന്നും എടുത്തില്ല. പ്രവാചകൻ സമയവും സന്ദർഭവും നോക്കി നിന്നു. അങ്ങനെ ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ കൈപ്പടയിൽ കിട്ടുന്നതായ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ അബൂദർ അഗയ്യർതഹു ബി ഉമ്മിഹി. ഏ അബൂദർ, നീ ബിലാലിന്റെ ഉമ്മയെ കളിയാക്കിയോ? ഉമ്മയുടെ പേര് വെച്ചുകൊണ്ട് ആ ഉമ്മയോട് ചേർത്തുകൊണ്ട് ബിലാലിനെ നീ കളിയാക്കിയോ? മഹാനായ പ്രവാചകൻ ചോദിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, ഇന്നകം റഉ ഫീക ജാഹിലിയ. ഏ അബൂദർറേ, എത്ര മോശമായ കാര്യമാണ് നീ ചെയ്തത്. നീ ജാഹിലിയ കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ? പ്രവാചകൻ തന്റെ 23 വർഷം കൊണ്ട് വേറെ ഒരാളോട് അങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നീ ജാഹിലിയ കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ? എന്ത് വർത്താനം നീ പറഞ്ഞത്? ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളെ സംസ്കരിച്ച് ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന ആളല്ലേ ഞാൻ. പിന്നെ നിങ്ങൾ വീണ്ടും ആ ഒരു ജാഹിലിയ കാലഘട്ടത്തിലേക്ക് തന്നെ പോവുകയാണോ ബിലാൽ, അബൂദർ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. പ്രവാചകൻ അവിടെ തിരുത്തി കൊടുത്തു. ഈ ഒരു വർത്തമാനം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് മാത്രമുള്ളതല്ല, എന്നോടും നിങ്ങളോടുമുള്ള വർത്താനമാണ്. ഇന്നകം റഉ ഫീക ജാഹിലിയ. നമ്മളൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലേക്ക് പോവുകയാണോ? യഥാർത്ഥമായ മുഅ്മിനായി ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രയാസപ്പെടുത്തി അതിലൂടെ നേടുന്നതായ ഒരു സന്തോഷവും അതിലൂടെ നേടുന്ന ഒരു മനസ്സംതൃപ്തിയും അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത് വൈലെന്ന നരകമാകുന്നത്. വൈലുൽ അതിശക്തമായ നരകം ഖുർആനിൽ അല്ലാഹു ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ നരകത്തിൽ നിങ്ങളെ അല്ലാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല പറയുന്നു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ. വൈലെന്ന നരകമാകുന്നത് ലികുല്ലി ഹുമസത്തിൽ ലുമസാ. അത് ഹുമസക്കാർക്കും ലുമസക്കാർക്കും ഉള്ളതാ. ഹുമസ ലുമസ ഒരു വാക്കിന്റെ വ്യത്യാസമുള്ളൂ. ആദ്യത്തേല് ഹുവാണ്, രണ്ടാമത്തെ ലു ആണ്.
ഈ രണ്ട് ആളുകൾക്കുള്ളതാണ് വൈലെന്ന നരകം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്താണ് ഹുമസ എന്നറിയുമോ? എന്താണ് ഹുമസ എന്നറിയുമോ? മറ്റുള്ളവനെ ആക്ഷേപിക്കലാണ്. നാക്കുകൊണ്ട് വാക്കുകൊണ്ട് മറ്റുള്ളവനെ ആക്ഷേപിക്കുന്നവനാണ് ഹുമസ എന്ന് പറഞ്ഞാൽ. ലുമസ എന്ന് പറഞ്ഞാൽ ഫീല് കൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവനെ ഉപദ്രവിക്കലാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവനെ ഉപദ്രവിക്കുക, ഇവനാണ് ഹുമസ ലുമസ. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എന്റെ അടുത്തുള്ള അയൽവക്കക്കാരെയോ എന്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ എന്റെ അടുത്ത് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി പറഞ്ഞതാ. ഈ രണ്ട് വിഭാഗം ആളുകളുണ്ടല്ലോ, ഈ രണ്ട് വിഭാഗം ആളുകൾ അല്ലദീ ജമഅ മാലം വഅദ്ദദാ, അവരിങ്ങനെ സമ്പത്ത് ഇങ്ങനെ ഒരു കൂട്ടി വെക്കോ, എന്നിട്ട് അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കോ. എനിക്ക് സമ്പത്തുണ്ടല്ലോ, എനിക്ക് നല്ല നല്ല സൗകര്യങ്ങൾ ഉണ്ടല്ലോ, ഇനി മറ്റുള്ളവരൊന്നും എന്റെ കണ്ണിൽ പെടൂല, അവരെക്കാളും ഉയർന്ന സ്ഥിതിയിലാണല്ലോ ഞാൻ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. യഹ്സബു അന്ന മാലഹു അഖ്ലദാ, അവർ ശാശ്വതമായ നരകത്തിലേക്ക് അല്ലാഹു അവരെ വലിച്ചെറിയുന്നതാ. അവർ അങ്ങനെ സുഖമായി ജീവിക്കാമെന്ന് കരുതണ്ട. എന്ന് പറയുന്ന നരകാഗ്നിയിലേക്ക് അവരെ വലിച്ചെറിയുന്നതാണെന്ന പരിശുദ്ധമായ ഖുർആൻ. ഉമ്മസക്കാരനെയും ഉമ്മസക്കാരെ കാര്യം പറഞ്ഞേ, വേറെ ആരുമല്ല. കള്ളുകുടിക്കുന്ന ആൾക്കാരല്ലേ പറഞ്ഞേ, അല്ലെങ്കിൽ ചീട്ടിൽക്കുന്ന ആൾക്കാരല്ലേ പറഞ്ഞേ. ഉമസയും ലുമസയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവര്. കൃത്യമായി ശ്രദ്ധിക്കണം. വാക്കുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കണേ? നമ്മുടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു വീട് കണ്ടു, ആ വീട് നല്ലൊരു പെയിന്റ് അടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ പറയാ, അവർക്ക് ഭ്രാന്താണോക്കാവുന്ന ആ പെയിന്റ് അടിക്കാത്തതുകൊണ്ട്, എന്തിനും കൊള്ളാൻ വീടിന്റെ പെയിന്റ്, എത്ര മോശമായ പെയിന്റാ എന്ന് പറഞ്ഞാൽ അവന്റെ കുറ്റം പറഞ്ഞു. അവനാകുന്നു കൗല് കൊണ്ട് വർത്തമാനം കൊണ്ട് വൈലെന്ന നരകത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവൻ, അവനാണ് ഹുമസ. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രവാചകൻ ഈ ഖുർആനിനെ, ഈ ആയത്തിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയാ, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, ഗീബത്ത് പറയുക എന്നുള്ളത് അത് അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാൾ ഏറ്റവും വലിയ കുറ്റമാണ്. വ്യഭിചാരം, പരസ്ത്രീയുമായുള്ള ബന്ധത്തെക്കാളും വലിയ കുറ്റമാണ് ഗീബത്ത് പറയുക എന്നുള്ളത്. എന്തേ? പ്രവാചകനോട് ചോദിച്ചു, സിനയല്ലേ ഏറ്റവും വലിയ കുറ്റം? അതിനേക്കാളും വലിയ കുറ്റമാണ് ഗീബത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ നബിയെ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, എന്നിട്ട് അവൻ അല്ലാഹുവോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്തു, അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുന്നതാ. എന്നാൽ ഗീബത്ത് പറഞ്ഞവനാണ്, പരദൂഷണം പറഞ്ഞവനാണ്, വഇന്ന സാഹിബുൽ ഗീബത്തി ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറ ലഹു സാഹിബുഹു. ഗീബത്ത് നീ ആരെ കുറിച്ചാണോ പറഞ്ഞത്, ആ സഹോദരൻ നിനക്ക് പുറത്തു തരാതെ അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതല്ല. രണ്ട് കടമ്പ മുന്നോട്ട് കൂടുതൽ വെക്കേണ്ടി വരും ഗീബത്ത് പറഞ്ഞവൻ. ഓർക്കണ്ട എത്രയെ കുറിച്ച് ഗീബത്ത് പറഞ്ഞെന്നുള്ളത് ആർക്കുണ്ടാവില്ല. ഇന്നിപ്പോ ഗീബത്ത് പറയാൻ എളുപ്പമാണ്. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞെന്ന് പറയുള്ളൂ. ഉള്ളത് തന്നെയാണ് പറയുന്നത്. ഉള്ളത് പറഞ്ഞ ഗീബത്ത്, അല്ലാതെ പറഞ്ഞ കളവാണ്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയകൾ വളരെ സുലഭമാണ്. ആരെങ്കിലും എഴുതി വിട്ട ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ലൈക്ക് കൊടുത്താലും മതി, ഗീബത്ത് നമ്മൾ സപ്പോർട്ട് കൊടുത്തല്ലോ. അല്ലെങ്കിൽ ഒരാൾ നന്മ എഴുതി വിട്ടപ്പോ അവന് ഡിസ്ലൈക്ക് അടിച്ചു, അതും ഗീബത്തായി. ഷെയർ ചെയ്തു, ഗീബത്തായി. എത്ര പേരിലേക്ക് ചെന്നു? ഇവരോടൊക്കെ പൊറുക്കലിനെ തേടിയിട്ട് വേണം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ. അതുകൊണ്ടാണ് സിനയേക്കാൾ ഏറ്റവും കഠിനമാണ് ഗീബത്ത് എന്ന് പറയാൻ കാരണം. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, പാവപ്പെട്ട പെൺകുട്ടികളുടെയും പാവപ്പെട്ട ചെറുപ്പക്കാരൊക്കെ കല്യാണം കൊടുക്കുക. അതൊരു പ്രത്യേകമായ സുഖമാണ് ചില ആളുകൾക്ക്.
എത്രയോ രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഉസ്താദേ എന്റെ മോനെ കല്യാണം ശരിയാവുക, എന്റെ മകൾക്ക് കല്യാണം ശരിയാവുക. എന്താ കാരണം? മുടക്കുകയാണ്. ഇല്ലാത്തത് പറഞ്ഞ് മുടക്കുകയാണ്. ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളത് ചോദിക്കുമ്പോ ഞാനൊന്നും പറയല്ല, നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംഗതി അവിടെ തീർന്നില്ലേ? മറ്റുള്ളവനെ വേദനിപ്പിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ അത് വലിയ കുറ്റമാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൈലുൽ ലികുല്ലി അഫ്ഫാകിൻ അസീം. ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുക, ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക, അത് മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമല്ല, അത് വലിയ കുറ്റമാണ്. കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതാണ് മുഅ്മിനായ മനുഷ്യനെ. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ അല്ലാഹു തആല ബഹുമാനിച്ചതാണ്. അവരെ ബഹുമാനിക്കലും അവരെ ആദരിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അത് കൃത്യമായി നമ്മൾ നോക്കണം. നോക്കൂ, നിങ്ങൾ മക്ക ഫത്വ നടക്കുന്ന സമയം, മക്ക വിജി നടക്കുന്ന സമയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളൊക്കെ മക്കയിലേക്ക് കടന്നു വരുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ എല്ലാ ആളുകളും ഭയങ്കര പ്രതീക്ഷയോടും ഭയങ്കര പേടിയോടും കാണുന്നതായ ഒരു സമയമാണ് മക്ക ഫത്വ എന്നുള്ളത്. കാരണം പ്രവാചകനെ ദ്രോഹിച്ച ആളുകളൊക്കെ മക്കയിലുണ്ട്. അതിൽ പ്രധാനികളാണ് അബൂജഹലിന്റെ മകനായ ഇക്രിമയൊക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മക്ക വിജയം ഫതഹായി എന്നറിഞ്ഞപ്പോൾ ഇക്രിമ എന്നവർ നാട് വിട്ടു പോകാൻ തയ്യാറായി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ജിദ്ദയിലേക്ക് പോയി. തന്റെ ഭാര്യയായ ഉമ്മു ഹക്കീം എന്നവർ ഇക്രിമയോട് പറയുന്നു, നിങ്ങൾ പോകണ്ട, നമുക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലാം. ഇല്ല, ഞാൻ പോകില്ല. കാരണം എന്റെ പിതാവായ അബൂജഹൽ ഞാനും പ്രവാചകനെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പോകാൻ പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇക്രിമ എന്നവർ നാട് വിട്ടു പോവുകയാണ്. എന്നാൽ അവരുടെ ഭാര്യയായ ഉമ്മു ഹക്കീം എന്നവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഇക്രിമ എന്നവർ നിങ്ങൾ മക്കം ഫതഹായി എന്നറിഞ്ഞപ്പോൾ നാട് വിട്ടു പോയിരിക്കുകയാണ്, അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുമോ, അവർക്ക് നിങ്ങൾ നിർഭയത്വം നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അല്ലയോ ഉമ്മു ഹക്കീം, നിന്റെ ഭർത്താവ് എവിടെയായിരുന്നാലും നീ വിളിച്ചുകൊണ്ട് എന്റെ മുന്നിലേക്ക് വാ. ഇന്നേ ദിവസം എല്ലാവർക്കും നിർഭയത്വമാണ്, ഇന്നേ ദിവസം എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന ദിവസമാണ്. ആ ഇക്രിമയും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ചേർത്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാര്യയെ തിരിച്ചയച്ചുകൊണ്ട് ആ ഭാര്യ ചെന്നുകൊണ്ട് ഇക്രിമയോട് പറയുന്നതായ ഒരു സന്ദർഭമുണ്ട്, അല്ലയോ ഭർത്താവേ, ഞാൻ വരുന്നത് കുടുംബബന്ധം ചേർക്കുന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യനായ ഒരാളുടെ അരികിൽ നിന്നാണ്. ജനങ്ങൾ വെച്ച് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരാളുടെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. ജനങ്ങൾ വെച്ച് ഏറ്റവും നല്ല മനുഷ്യന്റെ അരികിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും നിർഭയത്വം നൽകാമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മഹതിയായ ഉമ്മു ഹക്കീം തന്റെ ഭർത്താവ് ഇക്രിമയോട് പറയുന്നുണ്ട്. എന്താണ് അവിടെ ആ 2 ദിവസം കൊണ്ട് അവർക്കുണ്ടായ മാറ്റം? ഉമ്മു ഹക്കീം 2 ദിവസം ആ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ അറിഞ്ഞു. വിട്ടുവീഴ്ചയായിരുന്നു. തന്നെ അത്രമാത്രം ഉപദ്രവിച്ച അവരോട് പോലും വിട്ടുവീഴ്ചയ്ക്കും നല്ല രൂപത്തിലും പെരുമാറാനുള്ള ആ സ്വഭാവ ഗുണമാണ് മഹദിയായ ഉമ്മു ഹക്കീം റളിയല്ലാഹു തആല അൻഹയെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തിയത്. അവർക്കുണ്ടായ മാറ്റം, ആ ഒരു മാറ്റമായിരിക്കണം നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. കൃത്യമായി പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് പറയുന്ന രൂപത്തിൽ, ഏത് രൂപത്തിലാണോ മുഅ്മിനായ മനുഷ്യൻ ജീവിക്കേണ്ടത് ആ രൂപത്തിൽ ജീവിക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭമായതുകൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വ്യത്യസ്തമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. എല്ലാവരും ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ രാഷ്ട്രീയപരമായി മാത്രം വിമർശിക്കുക. വികസനങ്ങളും പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തുക. വ്യക്തിഹത്യമായ കാര്യങ്ങളിലേക്ക് കടന്നു പോയാൽ
എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന ചെറിയ അമലുകളാണെങ്കിലും അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടാകും. ഈ ഫിത്നകളും ഫസാദുകളും പറയുമ്പോൾ അതുകൊണ്ട് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം പരിശുദ്ധമായ ഖുർആനും തിരു ഹദീസിനും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം എല്ലാവരും തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.